ജസ്റ്റ് ലേണിംഗ് സ്പോട്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡ് സെക്കൻഡ് ചാപ്റ്ററിലെ കുറച്ച് പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് നോർമലി ഞാൻ നോക്കിയപ്പം ഫൈനൽ ഇയറിൽ ഈ ഒരു ചാപ്റ്ററിന് മാത്രമായിട്ട് അങ്ങനെ പ്രോബ്ലംസ് അധികം വന്ന് കണ്ടിട്ടില്ല. ശരിക്കും നെക്സ്റ്റ് ചാപ്റ്ററും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്ന രീതിയിലാണ് പ്രോബ്ലംസ് അധികം വന്നു കണ്ടത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മാത്രമായിട്ട് അങ്ങനെ എടുത്തു പറയുന്ന രീതിയിൽ അധികം പ്രോബ്ലംസ് വന്നിട്ടില്ല. നിങ്ങളിത് പഠിക്കുന്നതല്ല, ഈ ഒരു ചാപ്റ്ററും തേർഡ് ചാപ്റ്ററും കൂടെ നന്നായിട്ട് പഠിച്ചാലും നിങ്ങൾക്ക് ആ ഒരു പ്രോബ്ലം ഒക്കെ വരുമ്പോൾ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ രണ്ട് ചാപ്റ്റർ ഒന്നിച്ച് പഠിക്കണം, കാരണം ഇതിന്റെ ഒരു കണ്ടിന്യൂഷൻ പോലെയാണ് നെക്സ്റ്റ് ചാപ്റ്റർ. അപ്പോൾ നമുക്ക് ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ചില പ്രോബ്ലംസ് ഒന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുമ്പം ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് സെലക്ട് ദി ഓഡ് വൺ ഔട്ട് എന്നാണ്. അപ്പം അതിനകത്ത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ തന്നിട്ടുണ്ട്, പിന്നെ ഒരു ഗ്രാഫൈറ്റ് ബ്രഷ് വന്നിട്ടുണ്ട്, വോയിസ് കോയിൽ, സ്പ്ലിറ്റ് റിംഗ്. നിങ്ങൾ ഈ ഒരു 4 ഓപ്ഷൻ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ 2 ഡിവൈസസ് ആണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറും പിന്നെ ഒന്ന് ഇലക്ട്രിക് മോട്ടറും. അപ്പൊ ഈ ഒരു പാർട്സിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആർമേച്ചർ കോയിൽ, അതേപോലെ ഗ്രാഫൈറ്റ് ബ്രഷ്, സ്പ്ലിറ്റ് റിംഗ്, ഈ 3 സാധനവും നിങ്ങൾക്ക് ആ ഇലക്ട്രിക് മോട്ടറിന്റെ പാർട്ടാണ്. നേരെ കുറച്ച് വോയിസ് കോയിൽ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ പാർട്ടാണ്. അപ്പൊ അതിനകത്ത് ഇതായിരിക്കും ഓഡ് വൺ ഔട്ട്. ബാക്കി 3 മോട്ടറിന്റെയാണ്. അപ്പൊ ഓഡ് വൺ ഔട്ട് എന്ന് പറയുന്നത് വോയിസ് കോയിൽ ആയിരിക്കും, കാരണം നമുക്കത് ലൗഡ് സ്പീക്കറിന്റെ പാർട്ടാണ്. ബാക്കി 3 മോട്ടറിന്റെ പാർട്ടാണ്. അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ റൈറ്റ് ആൻ എക്സ്പെരിമെന്റ് ടു ഐഡന്റിഫൈ ദി പൊളാരിറ്റി ഓഫ് എ സോളിനോയിഡ്. എന്നിട്ട് അതിനകത്ത് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ട് ഒരു സോളിനോയിഡ് 50 ടേൺസ് ഉള്ള ഒരു സോളിനോയിഡ്, പിന്നെ ഒരു മാഗ്നറ്റിക് കോമ്പസ് വന്നിട്ടുണ്ട്, പിന്നെ ഒരു 3 വോൾട്ട് ബാറ്ററി, ഒരു റിയോസ്റ്റാറ്റ്. അപ്പം ഇതിനകത്ത് ഈ വാല്യൂസ് ശരിക്കും നമുക്ക് ആവശ്യമില്ല, അവർ ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് എഴുതാനേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ഫിഗർ വരയ്ക്കണം. നമുക്കൊരു ഫിഗർ ആദ്യം ബാറ്ററി, ഒരു 3 വോൾട്ട് ബാറ്ററി, ഒരു സ്വിച്ച്, പിന്നെ ഒരു റിയോസ്റ്റാറ്റ്, ഇവിടെ നമ്മുടെ സോളിനോയിഡ്. ഈ രീതിയിൽ ചെയ്യാം. റിയോസ്റ്റാറ്റിന്റെ സിമ്പിൾ ഇതാണ്. അത് നമുക്ക് ഒരു റെസിസ്റ്റൻസ് മാറ്റി കൊടുക്കാൻ വേണ്ടിയൊക്കെ യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ്. അപ്പൊ ഇത്രയും സംഭവങ്ങൾ നമ്മൾ യൂസ് ചെയ്തു. ഇപ്പം 50 ടേൺസ് ജസ്റ്റ് തന്നേ ഉള്ളത്. നമുക്ക് എക്സ്പെരിമെന്റ് ആയിട്ട് എഴുതുന്ന സമയത്ത് അധികം ഇമ്പോർട്ടൻസ് ഇല്ല. നിങ്ങൾ ആദ്യം ഈ ഫിഗർ വരയ്ക്കുക, എന്നിട്ട് ഈ ഫിഗർ അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു 3 വോൾട്ട് ബാറ്ററി വെച്ച് കണക്ട് ചെയ്തതിന് സംഭവം ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഈ സോളിനോയിഡ് ഇതിനുള്ളിൽ കൂടെ കറണ്ട് പാസ് ചെയ്യും. അപ്പൊ ഇവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. ഇനി നമ്മൾ പോൾസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ മാഗ്നറ്റിക് കോമ്പസ് ഉണ്ട്. ആ കോമ്പസ് നമ്മൾ ഈ ഒരു സൈഡിൽ കൊണ്ടുവെക്കുക. അപ്പം ആ കോമ്പസിന്റെ നോർത്ത് പോളാണ് ഈ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ ഇത് സൗത്ത് പോളായിരിക്കും, കാരണം അൺലൈക്ക് പോൾസസ് അല്ലേ അട്രാക്ട് ചെയ്യാം. അതേപോലെ ഈ ഒരു സാധനം ഇവിടെ വെക്കുന്ന സമയത്ത് ഈ കോമ്പസ് ഇതേപോലെ ആയിരിക്കും, അതായത് ഇതിന്റെ സൗത്ത് പോളായിരിക്കും ഇങ്ങോട്ട് പോയിന്റ് ചെയ്ത് നിൽക്കാം. അതിനർത്ഥം എന്താ, ഇത് നോർത്ത് പോളായിരിക്കും. ഈ ഒരു സംഭവം മാത്രം നിങ്ങൾ എഴുതി വെച്ചാൽ മതി. അതായത് ഫസ്റ്റ് ഇങ്ങനെ സെറ്റപ്പ് ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം ബ്രിങ് ദി മാഗ്നറ്റിക് കോമ്പസ് ടു ഈച്ച് എൻഡ് ഓഫ് ദി സോളിനോയിഡ്. എന്നിട്ട് പറയാം, ഇഫ് ദി നോർത്ത് പോൾ പോയിന്റ്സ് ടു വൺ എൻഡ് ഓഫ് ദി സോളിനോയിഡ് മീൻസ് ദാറ്റ് ദിസ് പോൾ ഈസ് സൗത്ത് പോൾ. അതേപോലെ ഇവിടെ നെക്സ്റ്റ് സൈഡിൽ കൊണ്ടുവെക്കുമ്പോൾ ദി സൗത്ത് പോൾ ഓഫ് ദി compass points the other end of the solenoid, it means that this end is north pole. അതിന്റെ റീസൺ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതി വെക്കാം. അതായത് അൺലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് ലൈക്ക് പോൾസ് റിപ്പൽ ഈച്ച് അതർ. ഇപ്പൊ ഇതേപോലെ എഴുതുന്നില്ല. നിങ്ങളിപ്പോ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ നോർത്ത് പോള് ഇവിടുന്ന് റിപ്പൽ ചെയ്ത് അങ്ങോട്ട് പോകുന്ന പറയാം. അപ്പൊ അതിനർത്ഥം എന്താ, അൺലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും. അപ്പൊ ഇത് നോർത്ത് പോൾ അങ്ങനെയും വേണമെങ്കിൽ എഴുതാം. അതായത് അട്രാക്ഷന്റെ ബേസിസിൽ എഴുതാം, അല്ലെങ്കിൽ റിപ്പൽ ചെയ്യുന്ന ബേസിസിൽ എഴുതാം. ഇപ്പൊ ഇത് നിങ്ങൾ ഇങ്ങനെയായിരുന്നു ഇനീഷ്യലി കൊണ്ടുവച്ചത്.
പക്ഷെ ഇവിടെ വെക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് റിപ്പൽ ചെയ്തു, അതിനർത്ഥം ഇത് സൗത്ത് പോൾ ആണ്, അതുകൊണ്ടാണ് സൗത്ത് പോൾ റിപ്പൽ ചെയ്തതെന്ന് പറഞ്ഞിട്ട് എഴുതാം. ആ രണ്ട് രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. നിങ്ങൾ ജസ്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫിഗർ വരയ്ക്കാം, ഇതിന്റെ മാഗ്നറ്റിക് കോമ്പസ് ഓരോ എൻഡിൽ കൊണ്ടുവെക്കുമ്പോൾ അത് എങ്ങനെ റിപ്പൽ ചെയ്യാനോ അട്രാക്ട് ചെയ്യാനോ അതിന്റെ ബേസിസിൽ ഇതിന്റെ പോൾസ് ഏതാണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം എന്നുള്ളത് മാത്രം ജസ്റ്റ് വേർഡ്സിൽ എഴുതി വെച്ചാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട് അല്ലേ. ഈ ഒരു രീതിയിൽ ഫിഗർ തന്നിട്ടുണ്ട്. ഈ ഒരു ഫിഗർ വെച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് ക്ലാസ്സിനകത്ത്. ക്വസ്റ്റ്യനും അത് തന്നെയാണ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് എക്സ്, ഇത് എക്സ് എന്ന് വന്നിട്ടുണ്ട്, ഇത് വൈ എന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഇതൊരു ബി എന്ന് പറഞ്ഞൊരു പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് എക്സ് വെൻ ലുക്കിംഗ് ഫ്രം ബി എന്നാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്, അതിനകത്ത് ഞാൻ അതിന്റെ ബി പാർട്ട് നോക്കിയാൽ അറിയാം ഇതിന്റെ ഇത് കണ്ടുപിടിക്കാൻ ഏത് റൂളാണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇതിനകത്ത് രണ്ട് റൂളാണ് പഠിച്ചിരിക്കുന്നത്. ഏതാണ്? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ പഠിച്ചിട്ടുണ്ട്, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരു സ്ട്രെയിറ്റ് ലൈൻ കണ്ടക്ടറിലൂടെ ഉള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ച റൂളാണ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പം ഇത് നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് അപ്പൊ നിങ്ങൾക്ക് ഡയറക്ഷൻ തന്നിട്ടുണ്ട്, ഈ ഒരു ഡയറക്ഷനിൽ. ഡയറക്ഷൻ തന്നില്ലെങ്കിൽ നിങ്ങൾ നോക്കുക, ഈ പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് നമ്മൾ കറണ്ട് എടുക്കുന്നത്. അപ്പം ഈ ഒരു പോർഷന് ഇങ്ങനെ വരുന്ന രീതിയിലായിരിക്കും നമുക്ക് കറണ്ട് കിട്ടുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ആ ഡയറക്ഷനാണ് കറണ്ട്. അപ്പൊ നമ്മൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അപ്ലൈ ചെയ്യാം. ഇതേപോലെ കൈ വെക്കാം. അങ്ങനെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഫിംഗറിന്റെ ഡയറക്ഷൻ എങ്ങനെയായിരിക്കും? ഈ ഒരു ഡയറക്ഷൻ തന്നെ. ഇങ്ങനത്തെ ഡയറക്ഷൻ ആയിരിക്കും. പക്ഷെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താ? ബിയിൽ നിന്ന് നോക്കുന്ന സമയത്ത്. അപ്പൊ നമ്മൾ അവിടെ നിന്നാണ് നോക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ രീതിയിലായിരിക്കും അല്ലെ. അവിടെ നിങ്ങൾ നോക്കുന്ന ഇമാജിൻ ചെയ്ത് നോക്കി, നിങ്ങൾ ആ ഒരു പോർഷൻ നേരെ നോക്കണം. അപ്പൊ നമുക്ക് ആ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിൽ കിട്ടും. നിങ്ങൾക്ക് ഓപ്ഷൻ ഉണ്ട്, ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ. അപ്പൊ ഇത് ഏതാ ഡയറക്ഷൻ? ആന്റി ക്ലോക്ക് വൈസ് അല്ലേ. അതായത് ക്ലോക്കിന്റെ സൂചി ചെയ്യുന്ന ഡയറക്ഷൻ ആണെങ്കിൽ ക്ലോക്ക് വൈസ്, അതിന്റെ ഓപ്പോസിറ്റ് ആണെങ്കിൽ ആന്റി ക്ലോക്ക് വൈസ്. ഇത് ഈ എ പാർട്ടിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. പിന്നെ സെക്കൻഡ് ചോദിച്ചിരിക്കുന്നത് ഇത് ഏത് റൂളാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അത് നമ്മൾ പറഞ്ഞ പോലെ തന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അത് നിങ്ങളൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് വെക്കുക. അത് 1 മാർക്കൊക്കെ ആണെങ്കിൽ ജസ്റ്റ് എഴുതുന്നതിന് പകരം അത് എന്താണെന്നും കൂടെ ഒന്ന് എഴുതി വെക്കുക. അതായത് തമ്പ് പോയിന്റ് ചെയ്യുന്നത് ഈ കറണ്ടിന്റെ ഡയറക്ഷൻ ആണെങ്കിൽ ബാക്കി ഫിംഗേഴ്സ് അതിന്റെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ ആയിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എക്സാമിന്റെ ഫിഗർ എന്ന് പറഞ്ഞിട്ടാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഫിഗർ നമുക്ക് കണ്ടാൽ മനസ്സിലായി ഏതാണ്? മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ ആണ്. അപ്പം അതിനകത്ത് നമ്മൾ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് എ പാർട്ട് എന്ന് പറഞ്ഞാല് സ്റ്റേറ്റ് ദി വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ. അപ്പൊ നമ്മൾ ഇതിനകത്ത് പഠിച്ച പ്രിൻസിപ്പിൾ ഏതാ? മോട്ടോർ പ്രിൻസിപ്പിൾ അല്ലെ. നിങ്ങൾ എഴുതുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ. പക്ഷെ അത് എഴുതിയ പോലെ നിങ്ങളുടെ സ്റ്റേറ്റ് ദി പ്രിൻസിപ്പിൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഡെഫിനിഷൻ നിങ്ങൾ അവിടെ എഴുതി വെക്കണം. എന്തായിരുന്നു മോട്ടോർ പ്രിൻസിപ്പിൾ? Whenever a current carrying conductor is placed in a magnetic field, it will experience a force and it will move in the direction of force. അപ്പൊ ആ ഒരു സംഭവം ഇവിടെ എഴുതി വെക്കുക. അത് മോട്ടോർ പ്രിൻസിപ്പിൾ എഴുതുക, എന്നിട്ട് അതിന്റെ സ്റ്റേറ്റ്മെന്റ് എഴുതി വെക്കുക. സിമ്പിൾ ആയിട്ട് എഴുതാവുന്നതാണ്. പിന്നെ ചോദിച്ചിരിക്കുന്ന ബി പാർട്ട് ചോദിച്ചിരിക്കുന്നത് how an electrical signal from an amplifier is converted to sound signal in this device. അപ്പം ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആ സെയിം സാധനങ്ങൾ എഴുതി വെച്ചാൽ മതി. അതായത് ഫിഗർ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, വേണമെങ്കിൽ വരയ്ക്കാവുന്നേ ഉള്ളൂ. ഇതേപോലെ ഒരു സോഫ്റ്റ് അയൺ കോറിന്റെ ചുറ്റും നമുക്ക് ഒരു വോയിസ് കോയിൽ ഉണ്ടാവും. അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കും. എന്നിട്ട് ഈ വോയിസ് കോയിലിലേക്ക് നമ്മൾ ആംപ്ലിഫയർ എന്നുള്ള ഇലക്ട്രിക് സിഗ്നൽസ് കൊടുക്കുന്ന സമയത്ത് ഈ വോയിസ് കോയില് ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചിട്ട് പറയാം. അതായത് വോയിസ് കോയിൽ എന്ന് പറഞ്ഞാൽ ഒരു കറന്റ് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. അതൊരു മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുന്ന സമയത്ത് അത് വൈബ്രേറ്റ് ചെയ്യും, അതായത് മൂവ് ചെയ്യും. അപ്പൊ ഇവിടെ ചെറിയ മൂവ്മെന്റ് വൈബ്രേഷൻ ആയിരിക്കും. അപ്പൊ ഈ ഒരു വോയിസ് കോയിൽ ഈസ് കണക്റ്റഡ് ടു എ ഡയഫ്രം.
The voice coil is connected to a diaphragm. Since the voice coil is moving, the diaphragm will also move along with the voice coil. So the diaphragm will vibrate and this vibration is heard as sound. പിന്നെ നിങ്ങൾ പറയേണ്ട കാര്യം, നമ്മൾ ആംപ്ലിഫയറിന് കൊടുക്കുന്ന ഇലക്ട്രിക് സിഗ്നൽ ഇസ് ഈക്വൽ ടു ദി സൗണ്ട്, അതായത് സൗണ്ട് സിഗ്നലിന് ഈക്വൽ ആയിട്ടുള്ള രീതിയിലുള്ള ഇലക്ട്രിക് സിഗ്നൽ ആയിരിക്കും നമ്മൾ ഇതിനകത്തേക്ക് കൊടുക്കുന്നത്. അപ്പം ആ ഇലക്ട്രിക് സിഗ്നലിനനുസരിച്ചിട്ട് ഈ വോയിസ് കോയിൽ വൈബ്രേറ്റ് ചെയ്യും. That vibration is given to the diaphragm, and due to that vibration a sound is produced. ഇതാണ് നിങ്ങൾ എഴുതുന്നത്. ഈ ഒരു ഫിഗർ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ആ പ്രിൻസിപ്പിൾ പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതിനകത്ത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്, എക്സാമിൻ ദി ഫിഗർ എന്നാണ്. അതെന്താണ്? നമ്മുടെ ഇലക്ട്രിക് മോട്ടറിന്റെ ഫിഗറാണ്. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആ ഡിവൈസ് എന്നുള്ളതാണ്. ഇലക്ട്രിക് മോട്ടർ. ബി പാർട്ട് എന്താ ചോദിച്ചിരിക്കുന്നത്? അതിനകത്തുള്ള എനർജി ട്രാൻസ്ഫോർമേഷൻ എന്താണെന്ന് എഴുതാനാണ്. അപ്പൊ ഇലക്ട്രിക് മോട്ടറിനകത്ത് എന്താണ് എനർജി ട്രാൻസ്ഫോർമേഷൻ? നമ്മളൊരു ഇലക്ട്രിക്കൽ എനർജി അല്ല ഇൻപുട്ട് ആയിട്ട് കൊടുക്കുന്നത്, അതിന് പകരം നമുക്ക് കിട്ടുന്നത് എന്താ? ഒരു റൊട്ടേഷൻ ആണ് കിട്ടുന്നത്. അപ്പൊ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇലക്ട്രിക്കൽ എനർജി ടു റൊട്ടേഷൻ എന്ന മൂവ്മെന്റ് എന്താ നമ്മൾ ശരിക്കും പറയുന്നത്? മെക്കാനിക്കൽ എനർജി എന്നാണ്. നമ്മുടെ എനർജി ട്രാൻസ്ഫോർമേഷൻ കൊണ്ട് എനർജിന്റെ ടേംസിൽ പറയണം, മെക്കാനിക്കൽ എനർജി. പിന്നെ എന്താണ് R1 ഉം R2 എന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിനകത്ത്. അപ്പം നിങ്ങൾക്കറിയാം, ഇലക്ട്രിക് മോട്ടറിൽ ഇപ്പം ആ ഒരു സാധനത്തിൽ കാണിച്ചിരിക്കുന്നത് സ്പ്ലിറ്റ് റിങ്സ് ആണ്, 2 റിങ്സ് R1 ഉം R2 ഉം. നിങ്ങൾക്ക് അടുത്ത ചാപ്റ്ററിൽ വരുമ്പം AC മോട്ടറൊക്കെ വരുന്ന സമയത്ത് സ്ലിപ്പ് റിങ്സും ഉണ്ടാവും. അപ്പം നിങ്ങൾക്ക് ആ സമയത്ത് ഡൗട്ട് ആവും. അപ്പം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഇപ്പം ഈ ഒരു രീതിയിൽ 2 സെക്ഷനായിട്ട് കാണിക്കുന്നത് സ്പ്ലിറ്റ് റിങ്സ് ആയിരിക്കും. സ്ലിപ്പ് ആണെങ്കിൽ ഈ രീതിയിൽ 2 റിംഗ് ആയിട്ട് തന്നെയായിരിക്കും. നിങ്ങൾ ഇപ്പം നോക്കേണ്ട നെക്സ്റ്റ് ചാപ്റ്റർ നിങ്ങൾ പഠിക്കും. ഈ ഒരു ചാപ്റ്ററിന്റെ അകത്ത് നിന്നായതുകൊണ്ട് ഞാൻ ഇപ്പം സ്പ്ലിറ്റ് റിങ്സ് എന്ന് പറയുന്നേ ഉള്ളൂ. നെക്സ്റ്റ് ചാപ്റ്ററിൽ നിങ്ങൾക്ക് വേറൊരു സംഭവം കൂടെ പഠിക്കാനുണ്ട്, സ്ലിപ്പ് റിങ്സും കൂടെ പഠിക്കാനുണ്ട്. ഇങ്ങനെ 2 കഷ്ണമായിട്ട് 2 സി ഓപ്പോസിറ്റ് സി വെച്ച പോലെ കാണിച്ചിരിക്കുന്നതാണെങ്കിൽ സ്പ്ലിറ്റ് റിങ്സ് എന്നാണ് എഴുതുന്നത്. R1 R2 സ്പ്ലിറ്റ് റിങ്സ്. അപ്പൊ നിങ്ങളുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു കണ്ടക്ടർ ഏത് ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്നതാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, നമുക്കൊരു കറണ്ട് കാരിങ് കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിൽ ഉണ്ടെങ്കിൽ അത് ഏത് ഡയറക്ഷനിൽ പോകുന്നു ചോദിക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന റൂളാണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. ഇതിനകത്ത് നിങ്ങൾ കാര്യം ശ്രദ്ധിക്കേണ്ട, ആ ഫിഗറിൽ ക്ലിയർ അല്ല, ഇതാണ് നോർത്ത് പോൾ ആയിട്ട് തന്നിരിക്കുന്നത്, ഇത് സൗത്ത് പോൾ ആണ്. അപ്പൊ നമുക്ക് മാഗ്നറ്റിന്റെ ഡയറക്ഷൻ കിട്ടണമല്ലോ. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ഒരു AB എന്നുള്ള ഒരു ഓറിനകത്ത് അല്ലെങ്കിൽ വയറിനകത്ത് ഈ ഒരു ഡയറക്ഷനാണ്. പിന്നെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ നോർത്ത് ടു സൗത്ത് നമ്മൾ എടുക്കും. നിങ്ങളുടെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അത് ഞാൻ വരയ്ക്കുമ്പം ഈ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു മാഗ്നറ്റ് വെക്കുകയാണെങ്കിൽ ഈ ഒരു കറണ്ട് കാരിങ് കണ്ടക്ടർ ശരിക്കും 3D വെച്ച് നോക്കുമ്പോൾ ഇപ്പുറത്തേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. അപ്പം ശരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ ഈ ഒരു ഡയറക്ഷനിൽ, പിന്നെ മാഗ്നറ്റിക് ഫീൽഡ് നോർത്ത് ടു സൗത്ത്. അപ്പൊ ഫോഴ്സിന്റെ ഡയറക്ഷൻ കറണ്ട് ഇങ്ങനെ, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങനെ, ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പുറത്തേക്ക് വരിക. അപ്പം നമ്മുടെ ഈ ഒരു സൈഡിൽ ഒരു ഫിഗർ വന്നിട്ടുണ്ട്, PQRS എന്ന് പറഞ്ഞിട്ട്, അതിനകത്തുള്ള ഏത് ഡയറക്ഷനിലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെക്കുന്ന സമയത്ത് ഇത് ഇങ്ങോട്ട് വരുന്നു, മാഗ്നറ്റിക് ഫീൽഡ് അങ്ങോട്ട്, അപ്പൊ കറണ്ട് അല്ല ഫോഴ്സ് ഇങ്ങോട്ടേക്ക് ആയിരിക്കും. അപ്പൊ ഡയറക്ഷൻ ചോദിച്ചിരിക്കുന്നത് ഈ ക്വസ്റ്റിനകത്ത് ഏത് ഡയറക്ഷനിലായിരിക്കുന്നതാണ്. അപ്പൊ P ഡയറക്ഷനിലേക്കായിരിക്കും ആ ഫോഴ്സ് വരും. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഏത് റൂളാണ് ഇതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്, B ക്വസ്റ്റ്യൻ. അപ്പൊ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അത് വേണമെങ്കിൽ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് എഴുതുക. അതായത് 1 മാർക്കൊക്കെയാണ് ചോദിച്ചെങ്കിൽ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് എഴുതുന്നതാണ് നല്ലത്. അതിനകത്ത് എന്താ പറയുന്നത്, നമ്മളെ 2-3 ഫിംഗേഴ്സ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ മിഡിൽ ഫിംഗർ കറണ്ടിന്റെ ഡയറക്ഷനും
ഫോർ ഫിംഗർ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷനും ആണെങ്കിൽ തമ്പ് പോയിന്റ് ചെയ്യുന്നത് അത് മൂവ് ചെയ്യുന്ന ഫോഴ്സിന്റെ ഡയറക്ഷനിലായിരിക്കും. ആ ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളിന്റെ ആ സ്റ്റേറ്റ്മെന്റ് ആണ് എഴുതി വെച്ചാൽ മതി. പിന്നെ സി പാർട്ട് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഡയറക്ഷൻ അത് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാനാണ്, 2 സ്റ്റെപ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇത് ഇങ്ങോട്ടാണല്ലോ മൂവ് ചെയ്യുന്നത്, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന 2 മെത്തേഡ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ ഒരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കാം. കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുന്ന സമയത്ത് നോക്കി നമ്മൾ നോർത്ത് ടു സൗത്ത് ഓക്കെ അങ്ങനെ തന്നെയായിരിക്കും. ആദ്യം ഇത് കറണ്ട് ഡയറക്ഷൻ ഇങ്ങോട്ടാണ്, നമ്മൾ അങ്ങോട്ട് കൊടുക്കും. അപ്പൊ നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെക്കുമ്പോൾ നമ്മുടെ മിഡിൽ ഫിംഗർ കറണ്ട് ഡയറക്ഷൻ അങ്ങോട്ട്, നോർത്ത് ടു സൗത്ത് ഇങ്ങോട്ട്, ഇത് ഇങ്ങോട്ടായി. അപ്പൊ നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് ആയില്ലേ പോയിന്റിങ്. അപ്പൊ ഒന്ന് ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് കറണ്ട്. ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കാം. രണ്ടാമത്തതോ ചേഞ്ച് ദി ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് മാഗ്നറ്റിക് ഫീൽഡ് മാറ്റി കൊടുക്കുക. ഇപ്പൊ ഇത് നേരെ തിരിച്ചു കൊടുക്കുകയാണ്. ഇപ്പം ഇവിടെ നോർത്ത് പോയി, ഇവിടെ സൗത്ത് പോയി. അങ്ങനെയുള്ള സമയത്ത് നമ്മുടെ കറണ്ട് ഒക്കെ ഇങ്ങനെയാണ് വരുന്നത്. നേരത്തെ പോലെ തന്നെ, ആദ്യത്തെ പോലെ തന്നെ കൊടുത്തു. മാഗ്നറ്റിക് ഫീൽഡ് ഈ രീതിയിലായി. അപ്പൊ കറണ്ട് ഇങ്ങോട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങോട്ട്, ഫോഴ്സ് ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനായി. അപ്പം 2 മെത്തേഡ് ചോദിച്ചിട്ടുണ്ട്. അപ്പം 2 മെത്തേഡ് നിങ്ങൾ എഴുതേണ്ടത്, ഒന്ന് കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ മാറ്റി കൊടുക്കുക. ഇത്രയൊക്കെയാണ് ഇതിനകത്ത് കോമൺ ആയിട്ട് ചോദിച്ചു കണ്ടത്. അതും നിങ്ങളുടെ ഫൈനൽ എക്സാമിന്റെ സമയത്ത് ഞാൻ പറഞ്ഞത് ഈ ഒരു ചാപ്റ്ററും ഇതിന്റെ നെക്സ്റ്റ് ചാപ്റ്ററും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഈ ഒരു ചാപ്റ്ററിന് മാത്രമായിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ഒരു സാധനം ചോദിക്കാനാണ് ചാൻസ് കൂടുതൽ. അല്ലെങ്കിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന്റെ അടുത്ത് ഒരു മാഗ്നറ്റിക് കോമ്പസ് വെക്കുന്ന സമയത്ത്, നമ്മൾ ഫസ്റ്റ് ഓയിസ്റ്റർ എക്സ്പെരിമെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ, ആ സമയത്ത് ഈ ഒരു കോമ്പസ് എങ്ങോട്ടായിരിക്കും പോയിന്റ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യുക എന്നുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചോദിക്കാൻ സാധ്യത ഉള്ളത്. അപ്പൊ ഞാൻ നിങ്ങൾ നോക്കി വെക്കേണ്ടത്, ഒന്ന് ഓയിസ്റ്റർ എക്സ്പെരിമെന്റ് വെച്ചിട്ട് മൂവ് ചെയ്യുന്ന സംഭവം പഠിക്കണം. പിന്നെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂള് പഠിച്ചു വെക്കണം, കാരണം അത് വെച്ചിട്ട് വേണമെങ്കിൽ ഡയറക്ഷൻ ചോദിക്കാം. പിന്നെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള് പഠിക്കാം. പിന്നെ കൺവേർഷൻ, അതായത് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിനകത്തുള്ള കൺവേർഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ എനർജി ടു സൗണ്ട് എനർജിയാണ്. അതേപോലെ ഇലക്ട്രിക് മോട്ടറിലാണെങ്കിൽ ഇലക്ട്രിക്കൽ എനർജി ടു മെക്കാനിക്കൽ എനർജി. പിന്നെ അതിന്റെ ജസ്റ്റ് വർക്കിംഗ് ഒന്ന് നോക്കി വെക്കുക, കാരണം അതൊക്കെ അതിനകത്ത് ചോദിക്കാൻ സാധ്യതയുള്ളൂ, കാരണം ചെറിയൊരു ചാപ്റ്റർ ആണ് അതിനകത്ത്. അപ്പൊ ഈ ഡയറക്ഷൻ മിക്കവാറും ചോദിക്കുകയാണെങ്കിൽ ഡയറക്ഷന്റെ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു സംഭവം നിങ്ങൾ നോക്കി വെക്കുക, ഓയിസ്റ്റർ എക്സ്പെരിമെന്റും പിന്നെ നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട് എങ്ങോട്ടാണ് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിന്. ഇനി നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം.